സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമാകുന്ന സാഹചര്യം. എന്നാലും വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. താപനില കുറഞ്ഞേക്കും. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ ജില്ലകളിൽ അലർട്ടും പ്രഖ്യാപിച്ചു. അതേസമയം നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അലേർട്ടുകൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 27 മുതൽ 30 തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. 28 മുതൽ 29 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വേനൽ ചൂടും കഠിനമാകുന്ന സാഹചര്യമാണ്. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതായത് ഇന്ന് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തുന്നു. സാധാരണ താപനിലയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുന്ന സാഹചര്യമാണ് ഇന്ന് മിക്ക ജില്ലകളിലും അനുഭവിക്കുന്നത്. ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവും കൂടുകയാണ്. ഇത് മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നുണ്ട്. നീണ്ടുനിൽക്കുന്ന ഉഷ്ണതരംഗം കാരണം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കാനും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കാനും ആരോഗ്യവകുപ്പ് പറയുന്നു. വരും ദിവസങ്ങളിൽ ചൂട് ഇതേ നിലയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ആശ്വാസകരമായി വേനൽ മഴ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കർഷകർക്കും വലിയ ആശ്വാസകരമാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.